ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു ഹൈക്കോടതി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് കോടതി ചോദിച്ചു. തെളിവ് പരിഗണിച്ച് മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്നും കോടതി വ്യക്തമാക്കി. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, വേടൻ ഒളിവിലായിരുന്നു. വേടനെ സംബന്ധിച്ച് ഇപ്പോൾ ആശ്വാസകരമായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധം എന്ന ഒരു തീർപ്പിലേക്ക് കോടതി എത്തുന്നത്? വേടൻ അനുകൂലമായി സാഹചര്യങ്ങൾ മാറിയത്? റാപ്പർ വേടൻ ഈ പേര് കുറച്ചു നാളായി സോഷ്യൽ മീഡിയയുടെ ഒരു അസറ്റാണ്. പ്രായഭേദമന്യേ റാപ്പിഡ് വേർഡിന്റെ ആരാധകരും നിരവധി തന്നെയാണ്. ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് തന്നെ റാപ്പർ വേടന്റെ ന്യൂസുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട്. ഹിരൺദാസ് മുരളി എന്ന വേടന്റെ ഇപ്പോഴത്തെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് ഒരു ബലാത്സംഗ കേസാണ്. വേടന്റെ കാമുകിയുടെ എക്സ് ലവറിന്റെ ഒരു കേസാണ് ഇപ്പോൾ വൈറൽ. കേസ് അങ്ങനെ കോടതി വരെ എത്തി. പാവം കാമുകിയല്ലേ, പക്ഷേ കുട്ടിക്ക് തിരിച്ചടി അവിടെ നിന്ന് കിട്ടി. കോടതി പറയുന്നത് ഉഭയകക്ഷി ഭേദമന്യേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു കുറ്റമായി കാണുന്നില്ല എന്നാണ്. കോടതിയുടെ മാത്രമല്ല, ഈ ന്യൂസ് കാണുന്ന എല്ലാവരുടെയും സംശയം അതുതന്നെ ആയിരിക്കും. ബന്ധം വഷളാകുമ്പോൾ മാത്രം അതൊരു ബലാത്സംഗ കേസാകുന്നു. തൽക്കാലം വേടനെ ആശ്വസിക്കാം. കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു പരാമർശം തൽക്കാലത്തേക്ക് വേടനെ അറസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. കോടതി ആവശ്യപ്പെട്ടതുപോലെ രണ്ട് കൂട്ടരും തെളിവുകൾ സമർപ്പിക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം എന്താ ഉണ്ടാവുക എന്നറിയാം.